പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ പ്രധാനപ്പെട്ട 4 മെത്തേഡുകളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. ഏതൊക്കെ രീതിയിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഓരോന്നും വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ മെത്തേഡ് നോക്കൂ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under this method, goodwill is calculated on the basis of average maintainable future profit of the business. Average profit method പ്രകാരം, ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ലഭിക്കുന്ന പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് പ്രോഫിറ്റാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗുഡ് വിൽ കാണുന്നത് എന്ന് നോക്കാം. അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. അതിൻ്റെ ഇക്വേഷനാണ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. ആവറേജ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ കുറേ നമ്പറുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റാണ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ വർഷത്തെ പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് എത്ര വർഷത്തെയാണോ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 5 വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ 5 വർഷത്തെ പ്രോഫിറ്റ് ലാഭം കൂട്ടി അതിനെ 5 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണുന്നത്. അടുത്തൊരു ടേമാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആവറേജ് പ്രോഫിറ്റ് ഭാവിയിൽ എത്ര വർഷം കൂടെ ഈ ബിസിനസ്സിന് പ്രതീക്ഷിക്കാം. ഇനി പ്രോഫിറ്റ് ഇതേപോലെ ഇപ്പോഴത്തെ ബിസിനസ് കണ്ടീഷനൊക്കെ ഇതേപോലെയാണെങ്കിൽ എത്ര വർഷം കൂടെ ഇങ്ങനെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് എന്നുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു സ്ഥാപനത്തിനും 2, 3, 4 വർഷം വരെ ഇതേ രീതിയിൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ നോർമലി നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളത് 2, 3, 4 ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം നോക്കുക. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 4 ഇയേഴ്സ് പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് 5 ഇയേഴ്സ്. കഴിഞ്ഞ 5 വർഷത്തെ ലാഭം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 5 വർഷത്തെ 2010 മുതൽ 14 വരെയുള്ള ലാഭം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗുഡ് വിൽ കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 5 വർഷത്തെ 2010 മുതൽ 14 വരെയുള്ള ലാഭം കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 50,000 രൂപയാണ് ആവറേജ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. അടുത്ത് നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് 50,000 ഇൻറ്റു 4 ഈക്വൽ ടു 2 lakh, 2 ലക്ഷം രൂപയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഈ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. അടുത്ത മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Under this method, goodwill is calculated on the basis of super profit. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കി ഗുഡ്വിൽ കാണുന്ന മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്കറിയണം എന്താണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കി ഗുഡ്വിൽ കാണുന്നത്? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്.
ഇപ്പോൾ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ ഈ മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാണുന്ന ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇപ്പോൾ എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? അപ്പോൾ നമുക്കറിയേണ്ട നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളത് സാധാരണ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് യഥാർത്ഥ ലാഭം മൈനസ് അതിൽ നിന്ന് കുറയ്ക്കുക നോർമൽ പ്രോഫിറ്റ് സാധാരണ ലാഭം. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ട് ലാഭമാണ് ശരി, യഥാർത്ഥ ലാഭവും സാധാരണ ലാഭവും. ആക്ച്വൽ പ്രോഫിറ്റ് എന്നുള്ളത് എന്താണ്? അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥാപനം യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ലഭിക്കുന്ന ലാഭത്തിനെയാണ്, യഥാർത്ഥ ബിസിനസ് ചെയ്താൽ കിട്ടുന്ന ലാഭത്തിനെയാണ് ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സാധാരണ ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾ ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും, സപ്പോസ് 1,00,000 രൂപ മുടക്കി ഏതൊരാൾ ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്ന ലാഭത്തിനെയാണ്, പ്രതീക്ഷിക്കുന്ന ലാഭത്തിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആക്ച്വൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും രണ്ടായിരിക്കാം. അപ്പോൾ 1,00,000 രൂപ മുടക്കി ബിസിനസ് ചെയ്യുമ്പോൾ സപ്പോസ് രണ്ട് വ്യത്യസ്ത ആളുകളാണ് ബിസിനസ് ചെയ്യുന്നത്, രണ്ടുപേരും ഓരോ 1,00,000 രൂപയാണ് മുടക്കിയിട്ട് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ 2 ലാഭമായിരിക്കും അവർക്ക് കിട്ടുക. അത് ആക്ച്വൽ പ്രോഫിറ്റാണ്, ഒരേപോലെ ആയിരിക്കില്ല. പക്ഷെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾ മുടക്കിക്കഴിഞ്ഞാലും, ഏതൊരാൾ 1,00,000 രൂപ വെച്ച് ബിസിനസ് ചെയ്താലും ഒരു പ്രത്യേക തുക ലാഭം കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥ ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് ആക്ച്വൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നു? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണോ ബിസിനസ്സിൽ മുടക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധാരണ ഒരു ബിസിനസ്സിന് എത്ര രൂപ ലാഭം കിട്ടണം. ഇപ്പം നമ്മുടെ ബിസിനസ്സിന് മുൻ പരിചയമുള്ള ആളുകളോട് ചോദിച്ചാൽ, ബിസിനസ് ചെയ്യാതെ തന്നെ അവരോട് ചോദിച്ചാൽ അവർ പറയും ഒരു 10,00,000 രൂപ മുടക്കിയാൽ എന്ത് ലാഭം കിട്ടും എന്ന് ഈ ബിസിനസ്സിൽ പരിചയമുള്ള ആളുകൾ പറയാറുണ്ട്. ഓക്കെ, നിങ്ങളൊരു 10,00,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,00,000 രൂപ ലാഭം കിട്ടും എന്ന് പറയുകയാണെങ്കിൽ അത് ബിസിനസ് ചെയ്യാതെ തന്നെ അവർക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്ന പ്രോഫിറ്റിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് അതിന് ഒരു റേറ്റ്, ഒരു 10%, എത്ര രൂപയാണോ നിങ്ങൾ മുടക്കുന്നത് അതിൻ്റെ 10% അല്ലെങ്കിൽ 20% ഒക്കെ ആയിരിക്കും നോർമൽ പ്രോഫിറ്റ് എന്നവർ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, യഥാർത്ഥ ലാഭത്തിൽ നിന്നും സാധാരണ കിട്ടേണ്ട ലാഭം കുറയ്ക്കുക. അങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് ലഭിക്കുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ആ സ്ഥാപനം മുടക്കിയ എമൗണ്ട് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കുക. കാൽക്കുലേറ്റ് ഗുഡ് വിൽ അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഓൺ ദ ബേസ് ഓഫ് 3 years പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ് കാണേണ്ടത്. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 32,000, 32,000. ക്യാപിറ്റൽ എംപ്ലോയിഡ് 2,50,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഗുഡ് വിൽ കാണണം. സൊല്യൂഷൻ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് അതിൻ്റെ ഫോർമുല. ഇനി സൂപ്പർ പ്രോഫിറ്റ് കാണണം. എങ്ങനെയാണ് കാണുക? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്, അതാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. 32,000 രൂപ തന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നോർമൽ പ്രോഫിറ്റാണ് കാണേണ്ടത്. നോർമൽ പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റൽ എത്രയാണ് മുടക്കുന്നത്? 2,50,000. നോർമൽ റേറ്റ് എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 10%. അപ്പോൾ 2,50,000ൻ്റെ 10%ആണ് നോർമൽ പ്രോഫിറ്റ്, എന്ന് വെച്ചാൽ 25,000 രൂപ. ഇനി സൂപ്പർ പ്രോഫിറ്റ്, അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി. ഇനി നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്.
32,000 നിന്ന് 25,000 കുറച്ച് കഴിഞ്ഞാൽ 7,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ഗുഡ് വിൽ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. 3 ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ 7,000 ഇൻറ്റു 3 21,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഉള്ള ഗുഡ് വിൽ. അടുത്ത മെത്തേഡ് നോക്കൂ, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under this method, goodwill is calculated by deducting net tangible asset from the value of business. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാണുന്നത് ആ സ്ഥാപനത്തിൻ്റെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് വാല്യൂ ഓഫ് ബിസിനസ്സിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ 2 ടേംസാണ് ഇവിടെ ഉള്ളത്. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ, ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ള, കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. പിന്നെ ഉള്ളൊരു ടേമാണ് വാല്യൂ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ വില എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 വാക്കുകൾ, വേർഡ്സാണ് ടാഞ്ചിബിൾ അസറ്റ്സും വാല്യൂ ഓഫ് ബിസിനസ്സും. ഗുഡ് വിൽ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഗുഡ് വിൽ വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. അതിൻ്റെ ഇക്വേഷനാണ് ബിസിനസ്സിൻ്റെ വിലയിൽ നിന്ന് അസറ്റുകൾ കുറയ്ക്കുക. അതാണ് ഗുഡ് വിൽ. വാല്യൂ ഓഫ് ബിസിനസ് എങ്ങനെയാണ് കാണുന്നത്? ആ ബിസിനസ്സിൻ്റെ വില എങ്ങനെ കാണും? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വില എത്രയാണ് എന്നുള്ളത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ആവറേജ് പ്രോഫിറ്റ്, ആ സ്ഥാപനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലാഭത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു സംശയം വരും, ബിസിനസ്സിൻ്റെ വില, ഏതൊരു ഇതിൻ്റെയും വില കണക്കാക്കുന്നത് അസറ്റിനെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ബിസിനസ്സിൻ്റെ വാല്യൂ കണക്കിലെടുക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. A business has earned average profit of ₹80,000 during the last few years and a normal rate of return is 10%. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഒരു ആവറേജ് പ്രോഫിറ്റ് 80,000 രൂപയും സാധാരണഗതിയിൽ 10% ലാഭം ഉള്ളതാണ് നോർമൽ പ്രോഫിറ്റ്. Find out the value of goodwill by capitalization of average profit method. Given the asset of the firm 7,50,000 and liabilities to 1 lakh. ആ സ്ഥാപനത്തിൻ്റെ മൊത്തം അസറ്റ് 7,50,000 ബാധ്യത ലയബിലിറ്റി 1,00,000. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാണണം. അപ്പോൾ ഗുഡ് വിൽ കാണുന്നത് വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ആദ്യം വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ 80,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ 80,000 ഇൻറ്റു 100 ബൈ 10 നോർമൽ റേറ്റ് ഓഫ് റിട്ടേണും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10%. അപ്പോൾ 80,000 ഇൻറ്റു 100 ബൈ 10 8 ലക്ഷം രൂപയാണ് വാല്യൂ ഓഫ് ബിസിനസ്. അടുത്ത് നമുക്ക് വേണ്ടത് നെറ്റ് ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ടോട്ടൽ അസറ്റ് 7,50,000 രൂപയും ലയബിലിറ്റീസ് 1,00,000. അങ്ങനെ 6,50,000 രൂപയാണ് ആ സ്ഥാപനത്തിൻ്റെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി ഗുഡ് വിൽ കാണുന്നത് വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. 8 ലക്ഷം മൈനസ് 6,50,000 1,50,000 ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അടുത്ത ഇമ്പോർട്ടൻ്റ് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇവിടെ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. Under this method, goodwill is calculated by capitalizing super profit. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഗുഡ്വില്ലിനെ സൂപ്പർ പ്രോഫിറ്റിനെ ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് കുറച്ച് ഈസി ആയ ഇക്വേഷനാണ്. അപ്പോൾ ഗുഡ്വിൽ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റിനെ ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്നൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. അതേപോലെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രോഫിറ്റ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതും. അപ്പോൾ നോർമൽ പ്രോഫിറ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഫോളോയിങ് റിലേറ്റ് ടു ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ഫേം ഫോർ ദ ലാസ്റ്റ് 4 years. ഇപ്പോൾ കഴിഞ്ഞ
ഒരു 4 വർഷത്തെ പ്രോഫിറ്റ് 15,000, 25,000, 65,000, 75,000 ഇങ്ങനെ തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ഫേം 6,40,000. ആ സ്ഥാപനത്തിൻ്റെ മൊത്തം അസറ്റ് 6,40,000 തന്നിട്ടുണ്ട്. പിന്നെ ലയബിലിറ്റീസ് 1,40,000 തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6% ആണ്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് സൂപ്പർ പ്രോഫിറ്റും കാണണം, നോർമൽ പ്രോഫിറ്റും കാണണം. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് കാണുന്നത് മൊത്തം പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, 4 വർഷത്തെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45,000 രൂപ ആവറേജ് പ്രോഫിറ്റാണ്. ഇനി വേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. 6,40,000 1,40,000 കുറച്ച് കഴിഞ്ഞാൽ അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 6%. അത് ചെയ്യുമ്പോൾ നമുക്ക് 30,000 രൂപ കിട്ടും. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളത് 45,000 രൂപയും നോർമൽ പ്രോഫിറ്റ് 30,000 രൂപയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. 45,000 മൈനസ് 30,000 15,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി ഗുഡ് വിൽ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടി 15,000 രൂപ ഇൻറ്റു 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6%. 6. അപ്പോൾ 15,000 ഇൻറ്റു 100/6 2,50,000 രൂപയാണ് ഗുഡ് വിൽ.